ഇന്നലെ ഈ വാർത്ത കേട്ടപ്പോൾ നാടൊന്നാകെ ഞെട്ടിയ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്നലെ ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്താണ്. ഒരു കുളമെന്നാണ് ഇന്നലെ നമ്മൾ വാർത്തയിലൊക്കെ നൽകിയത്. ഒരു കുളം തന്നെയാണ്. പക്ഷേ ഈ ദൃശ്യം കാണുമ്പോൾ, ഈ നേരിട്ട് ഇവിടെ എത്തുമ്പോൾ എത്ര ദാരുണമായാണ് 6 വയസ്സുകാരൻ മരണത്തിലേക്ക് വീണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത്രത്തോളം മലിനജലം നിറഞ്ഞ, കുറേ നാളെ ഒഴുക്കില്ലാതെ മാലിന്യമൊക്കെ കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ ജോജോ ഈ 6 വയസ്സുകാരനെ തല മുക്കി പിടിച്ച് കൊലപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം. ഇന്നലെ തൻ്റെ ഈ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ 6 വയസ്സുകാരൻ. അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് ജോജോ ഈ 6 വയസ്സുകാരനുമായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. വീടിന് സമീപത്തിനുള്ളൊരു പറമ്പാണ്. ആ പറമ്പിനോട് ചേർന്നാണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത്. അവിടെ എത്തി പ്രകൃതി വിരുദ്ധ ബന്ധത്തിന് ഈ കുട്ടിയെ നിർബന്ധിക്കുകയാണ് ജോജോ. അതിന് തയ്യാറാകാതെ വന്നു. വീട്ടിൽ പറയുമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു. അങ്ങനെ അതിൽ വൈരാഗ്യം മൂത്താണ് ഈ ജോജോ ഈ കുട്ടിയെ ഈ കുളത്തിൽ മുക്കിക്കൊല്ലുന്നു. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമുക്കിപ്പം ചേരുകയാണ്. ഇന്നലെ പൂർണ്ണസമയം ഇവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ഈ ജോജോയെക്കുറിച്ചൊക്കെ അറിയാവോ താങ്കൾക്ക്? ജോജോ ഇവിടെ ഒരു ചെറിയ ഇവിടെ മോഷണ കേസിലെ പ്രതിയാണ്. അവൻ ഒരു പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. 2-3 മാസം ജയിലിൽ കിടന്നേക്കണാണ്. പിന്നെ ഇവിടെ ചെറിയ കളവുകളൊക്കെ അവനുണ്ട്. പിന്നെ ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഈ പാടത്തിൻ്റെ അരികാണല്ലോ, ഒറ്റപ്പെട്ട പ്രദേശം അതിൻ്റെ പേരിൽ. പിന്നെ അവൻ ഞങ്ങളോടൊപ്പം തന്നെ നടന്ന് പലവട്ടം പറഞ്ഞു. ഇന്നലെ തെരച്ചിലിന് ജോജോയും ഒപ്പം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ തിരിച്ചു ഓടിച്ചു വിട്ടു എന്നാണ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സംസാരത്തിൽ ഇത് വന്നപ്പോഴാണ് എസ്ഐയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ അവനൊന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി ഒന്ന് ചോദ്യം ചെയ്താൽ അവൻ പറയും എന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞിട്ട് എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പറഞ്ഞത് കുളത്തിൽ വീണ കണ്ടുവന്നു. പക്ഷെ ഞങ്ങൾ 1-2 പ്രാവശ്യം ഇതിനകത്ത് ഇറങ്ങി തപ്പിയതായിരുന്നു. അത് ഇതിലെ വഴിയുള്ള കാരണം ഇതിലെ ഇറങ്ങാൻ പറ്റുള്ളൂ. വെള്ളം ഒരുപാട് ആഴമുള്ള ചതുപ്പൂടിയാണെന്ന് തോന്നുന്നു. ചെളി ഒരുപാടുള്ളതാണ്. അപ്പോൾ അത് കാരണം പിന്നെ അത് കഴിഞ്ഞ് അതൊക്കെ തന്നെ അവൻ കൊണ്ടിട്ടുണ്ടിരുന്നത്. അപ്പം ഈ ജോജോ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം, മറ്റെന്തെങ്കിലും പ്രശ്നം ഇവരുമായിട്ടുള്ളതായിട്ട് ശ്രദ്ധയിലെല്ലാം പെട്ടിട്ടുണ്ട്? ഇവൻ ഇവിടെ വന്ന് പിള്ളേർ സെറ്റായിട്ട് ഭയങ്കര ഈ ദിവസം കൂടെ വന്ന് ചൂണ്ടിയിടണ ഒരുത്തനാണല്ലോ. അപ്പോൾ ഈ കൊച്ചായിട്ട് അത്ര അടുപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവൻ കൊച്ചിൻ്റെ വിശ്വാസത്തിലായിരിക്കും ജോജോയ്ക്ക് അപ്പോൾ കുട്ടി പോയത്. എന്തായാലും അതാണ് ശേഷം ഇവിടെ വന്നിട്ട് വീടിൻ്റെ കൊച്ചിൻ്റെ തൊട്ടടുത്തുള്ള ജാതിപ്പറമ്പുണ്ട്. അതിൻ്റെ ജാതിയുടെ മുകളിൽ കയറി ഇരിക്കുകയായിരുന്നു ജോജോ. അപ്പോൾ അടുത്ത പെങ്കൊച്ചൊരു മരിയാന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വെച്ച് എന്താ അതിവിടെ കയറി ഇറങ്ങി വിടാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ഇറങ്ങി വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവനാകെ ഇതായി പോയത്. എന്തായാലും അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ 6 വയസ്സുകാരൻ്റെ അച്ഛൻ അബുദാബിയിലാണ്. അദ്ദേഹം 8:30 നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങും. അതിനുശേഷം ഇവിടേക്ക് എത്തും. ഇന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുക. അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി ഇവിടെ തന്നെയുള്ളൊരു പള്ളിയിൽ സെമിത്തേരിയിലാണ് ഈ 6 വയസ്സുകാരൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. എന്തായാലും ഈ സ്ഥലത്ത് പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഈ പ്രദേശവാസികൾ വലിയ രോഷാകുലരായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിയെ സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പ് എത്രത്തോളം ദുഷ്കരമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടില്ല. പോസ്റ്റ്മോർട്ടം രാവിലെ 10 മണിയോടുകൂടി ആരംഭിക്കും.